നമസ്കാരം. കേരള രാഷ്ട്രീയം പല കൊടുങ്കാറ്റുകളും കണ്ടിട്ടുണ്ട്. ആരോപണങ്ങളും അന്വേഷണങ്ങളും അധികാര പോരാട്ടങ്ങളും കണ്ടിട്ടുണ്ട്. എന്നാൽ ഒരു മുൻ മുഖ്യമന്ത്രിയുടെ മകളെ, പ്രതിപക്ഷ നേതാവിന്റെ മകളെ, അതും പാർട്ടിയുടെ നെടുന്തൂണായി, വിഗ്രഹമില്ലാത്ത ദൈവമായി ആധുനിക കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പൂജിക്കുന്ന ഒരു വ്യക്തിയുടെ മകളെ നേരിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യാൻ വിളിക്കുന്ന സാഹചര്യം അപൂർവമാണ്. ഇതൊരു വ്യക്തിയെ മാത്രം സംബന്ധിക്കുന്ന സംഭവമല്ല. മുൻ സർക്കാരിന്റെ വിശ്വാസ്യതയും ഒരു രാഷ്ട്രീയ മുന്നണിയുടെ പ്രതിച്ഛായയെയും വരാനിരിക്കുന്ന രാഷ്ട്രീയ സമവാക്യങ്ങളെയും പോലും മാറ്റിമറിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ വീണ വിജയന് ലഭിച്ച ED സമൻസ് ഒരു നിയമ നടപടി മാത്രമല്ല, കേരള രാഷ്ട്രീയത്തിന്റെ അടുത്ത അധ്യായം എഴുതാൻ സാധ്യതയുള്ള സംഭവ വികാസം കൂടിയാവുകയാണ്. CMRL എക്സാലോജി ഇടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ്. ചോദ്യം ചെയ്യലിന് വെള്ളിയാഴ്ച കൊച്ചി ഓഫീസിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. വീണയ്ക്കൊപ്പം മറ്റ് 8 പേർക്ക് കൂടി നോട്ടീസ് നൽകിയിട്ടുണ്ട്. CMRLുമായി ബന്ധപ്പെട്ടവർക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നതെന്നാണ് വിവരം. നേരത്തെ റെയ്ഡിന്റെ ഭാഗമായി ചില ചോദ്യങ്ങൾ ED ചോദിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് വീണയെ കൊച്ചി ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുന്നത്. കേസിൽ ഇത് ആദ്യമായാണ് വീണയെ ED വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത്. നേരത്തെ വീണയുടെ പിതാവ്, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, ഭർത്താവ് മുഹമ്മദ് റിയാസ് MLA, CMRL MD എന്നിവരുടെ വീടുകളിൽ ഉൾപ്പെടെ ED റെയ്ഡ് നടത്തിയിരുന്നു. CMRL കമ്പനി വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന കേസിൽ ED അന്വേഷണം തുടരാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും അനുമതി നൽകിയിരുന്നു. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ CMRL നൽകിയ അപ്പീൽ ജസ്റ്റിസ് V രാജ വിജയരാഘവനും ജസ്റ്റിസ് KV ജയകുമാറും അടങ്ങിയ ബെഞ്ച് തള്ളിയിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള അന്വേഷണം നടത്തുന്നതിനും താൽക്കാലികമായി സ്വത്ത് കണ്ടുകെട്ടുന്നതിനും EDക്ക് മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസിയുടെ FIR പരാതിയോ വേണ്ടതില്ല എന്ന് വ്യക്തമാക്കിയാണ് ഉത്തരവ്. സുപ്രീം കോടതിയെ സമീപിക്കാൻ 2 ആഴ്ചത്തേക്ക് കടുത്ത നടപടികളിൽ നിന്ന് സംരക്ഷണം നൽകണമെന്ന് CMRLന്റെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടുവെങ്കിലും കോടതി അനുവദിച്ചില്ല. CMRL എക്സാലോജി ഇടപാടുകളെ ചുറ്റിപ്പറ്റിയുള്ള വിവാദം പുതിയതല്ല. എന്നാൽ അന്വേഷണം ഇപ്പോൾ എത്തി നിൽക്കുന്ന ഘട്ടം കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണ്. ED അന്വേഷണം തുടരാമെന്ന് കോടതി വ്യക്തമാക്കിയതും തുടർന്ന് വീണ വിജയനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതും കേസിന് പുതിയ രാഷ്ട്രീയവും നിയമപരവുമായ അർത്ഥങ്ങൾ നൽകുകയാണ്. നിയമപരമായി നോക്കുമ്പോൾ സമൻസ് ലഭിച്ചു എന്നതുകൊണ്ട് ഒരാൾ കുറ്റവാളിയാകുന്നില്ല. എന്നാൽ ചോദ്യം ചെയ്യലിൽ ലഭിക്കുന്ന മൊഴികളും സാമ്പത്തിക രേഖകളും മറ്റ് തെളിവുകളും അന്വേഷണത്തിന്റെ ദിശ നിർണ്ണയിക്കും. അന്വേഷണം ശക്തിപ്പെടുകയും പണം കൈമാറ്റത്തിന് പിന്നിൽ നിയമവിരുദ്ധ ഉദ്ദേശം കണ്ടെത്തുകയും ചെയ്താൽ വീണ വിജയനെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതേസമയം ആരോപണങ്ങൾ തെളിയിക്കപ്പെടേണ്ടത് കോടതിയിലാണ് എന്നതും മറക്കാനാവില്ല. രാഷ്ട്രീയമായി കേസ് LDFന് പ്രതിരോധം തീർക്കേണ്ട ഒരു വെല്ലുവിളിയാണ്. കാരണം ഇതൊരു സാധാരണ വ്യവസായ തർക്കമല്ല, പ്രതിപക്ഷ നേതാവിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട പ്രധാന വിഷയമാണ്. ഭരണപക്ഷം ഇതിനെ ഭരണ നൈതികതയുടെ പ്രശ്നമായി ഉയർത്തുമ്പോൾ CPM ഇതിനെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുള്ള രാഷ്ട്രീയ വേട്ടയായി ചിത്രീകരിക്കുന്നു. വർഷങ്ങളായി കേരളത്തിൽ BJPക്ക് നേരിട്ട് നേടാനാകാത്ത രാഷ്ട്രീയ ഇടം അന്വേഷണ ഏജൻസികൾ വഴിയാണോ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതെന്ന ചോദ്യവും ഇടതുപക്ഷം ഉയർത്തുന്നുണ്ട്. ഈ കേസിന്റെ പിന്നിലെ രാഷ്ട്രീയം അതിനാൽ ഇരുതല വാളാണ്. ഒരു ഭാഗത്ത് അഴിമതി ആരോപണങ്ങൾക്കുള്ള നിയമാന്വേഷണം, മറുഭാഗത്ത് അധികാര രാഷ്ട്രീയത്തിന്റെ കണക്കുകൂട്ടലുകൾ. സത്യം ഏത് വശത്താണെന്ന് തീരുമാനിക്കേണ്ടത് കോടതികളും തെളിവുകളും തന്നെയാണ്. പക്ഷേ ആ കോടതി വിധി ഒരു പാർട്ടിയുടെ തകർച്ചയുടെ കൂടി വിത്താകുമ്പോൾ കേരളത്തിന് ഈ ഉത്തരത്തിനോടുള്ള ജാഗ്രത കൂടുതൽ തന്നെയാണ്.